സമുദായ സംഘടനകളുമായിട്ട് ഒരു ഝഗടായ്ക്ക് പോകാനായിട്ട് ബി.ജെ.പിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് പല സമയത്തും ആത്മാഭിമാനത്തിന്റെ ഒരു കോസ്റ്റിലാണ് വരുന്നത് എന്നതിനെ കുറിച്ച് ബി.ജെ.പിക്കാർ മനസ്സിലാക്കാത്തത് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ഇപ്പോൾ ഈ ഒരു ചടങ്ങ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട ക്ഷണിതാക്കളാണ് ചടങ്ങിലുള്ളത്. എല്ലാവരും പങ്കെടുത്തോന്ന് എനിക്കറിയില്ല. അതിലൊന്ന് ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിന് NSSൽ നിന്നൊരു തിക്താനുഭവം ഉള്ളയാളാണെന്ന് നമുക്കറിയാം. മറ്റൊന്ന് ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന് NSSൽ നിന്ന് തിക്താനുഭവം ഉള്ളയാളാണെന്ന് അറിയാം. മൂന്നാമത്തേത് ശ്രീ CV ആനന്ദബോസാണ്. അദ്ദേഹത്തിനും NSSൽ നിന്ന് ഒരു തിക്താനുഭവം ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ 3 ആൾക്കാർക്കും NSSന്റെ ഹോസ്പിറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ കോസിനെ NSS എങ്ങനെ സമീപിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ട് തന്നെ, രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെ അവരവരുടെ അഭിപ്രായ വ്യത്യാസം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ്. അത് കേരളീയ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയുമായിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം NSSനെ പിന്തുണയ്ക്കേണ്ടതിന്റെ എന്തെങ്കിലും ഒരു ആവശ്യം ഇവിടെ നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. പൊളിറ്റിക്കലി ബി.ജെ.പി അവരുടെ കാര്യം നോക്കട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യം നായമാർക്കില്ല. NSSനെ സപ്പോർട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യം നായമാർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഒരുപക്ഷെ ഇവിടെ ഉപരാഷ്ട്രപതി ശ്രീ C.P. രാധാകൃഷ്ണൻ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ, അദ്ദേഹം അവിടെ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊരു നായരും ചോദിക്കാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലുള്ള NSSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമല്ല, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന NSS, ഡൽഹി അടക്കം തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ പല സ്റ്റേറ്റുകളിലും NSSന്റെ പല പ്രതിനിധി സമ്മേളനങ്ങളിൽ, അവരുടെ പല മഹാസമ്മേളനങ്ങളിലും ഒക്കെ തന്നെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കൃത്യമായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന NSSന്റെ ഡയറക്ഷൻ, അവരുടെ വിഷൻ എന്താണ് എന്നതിനെ പറ്റി കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ വന്നിരിക്കുന്ന ഡൽഹിയിൽ വളരെ വലിയൊരു മന്നം ഇന്റർനാഷണൽ സെന്റർ ഉണ്ട്. മഞ്ജുഷ അവിടെ പോകുന്ന സമയത്ത് സന്ദർശിക്കേണ്ടതാണ്. അന്ന് രാഷ്ട്രപതി ആയിരിക്കെ പ്രണബ് മുഖർജി ഉദ്ഘാടനം ചെയ്തിരുന്ന ഒരു സെന്ററാണ്. അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പോലും പെരുന്നയിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ ഒരു കേരളത്തിൽ നിൽക്കുന്നതല്ലാത്ത ഒരു സമുദായമാണ്, അവിടെയുള്ള ആൾക്കാരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയെ ഫർദർ ചെയ്യുന്നതിന് വേണ്ടി സമുദായ അംഗങ്ങളുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന നിരവധി പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഏതാണ്ട് 25-ലധികം കരയോഗങ്ങൾ, 20,000-ലധികം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഡൽഹി NSS സാധാരണയായിട്ട് നടത്തുന്നത്. പിന്നെ കുട്ടികളുടെ ഇടയിൽ കുറേയധികം അവബോധങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല പ്രോഗ്രാംസ്, ഇപ്പൊ സമീക്ഷ എന്ന പേരിലുള്ള പരിപാടി, സർഗ്ഗകലാവേദി, സ്കിൽ ഡെവലപ്മെന്റ്, ജ്യോതിർഗമ, ഇങ്ങനെ ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ അന്ന് ഇവരിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് സത്യത്തിൽ അഭിമാനമാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചളിപ്പാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിലാണ് ഈ NSS ഉദയം കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇവിടെയാണ് ഇതിന്റെ വേരുകൾ. പക്ഷെ ഇവിടെ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്ന ആൾക്കാർ അവിടെ സമുദായ അംഗങ്ങൾ ഒന്നാകെ വളരണം എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ കലകളെയും ആയോധന കലകളെ ഉൾപ്പെടെ പല കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. അവരെ എന്താണ് സമുദായ പ്രവർത്തനം നടത്തുന്നത് എന്നതിനെ സംഗ്രഹിച്ചുകൊണ്ടുള്ള ഈ ബുള്ളറ്റിനുകൾ അടക്കം അവരവിടെ കൊണ്ടുവരുന്നുണ്ട്. ആൾക്കാർക്ക് വേണ്ടുന്ന സൗജന്യ നിയമോപദേശം. താങ്കൾ പറഞ്ഞു വരുന്നത് NSSനെ കൊണ്ട് കേരളത്തിലെ നായന്മാർക്ക് എന്ത് പ്രയോജനം എന്നുള്ള കാര്യമാണല്ലോ അല്ലെ? എന്ത് പ്രയോജനമാണ് മഞ്ജുഷ ആലോചിച്ചതൊക്കെ? എന്ത് പ്രയോജനമാണ്? ഞാൻ ചോദിക്കുന്ന ഫണ്ടമെന്റൽ പോയിന്റ് എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം NSSൽ നിൽക്കുന്നു എന്നതിൽ നിന്ന് എന്ത് തരത്തിലുള്ള ഗുണമാണ് കിട്ടുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ പ്രവർത്തിക്കുന്ന NSSൽ ഇതുമായി യാതൊരു വിധത്തിലുള്ള അഫിലിയേഷനും ഇല്ലാത്ത ഗ്ലോബൽ NSS എന്നൊക്കെ പറയുന്ന ഈ പല സംഘടനകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു പോയിന്റ്. 2, സംഘടനയെ വലുതാക്കാന്, വിപുലപ്പെടുത്താന്, സമുദായ അംഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം നൽകാനായിട്ട് ഈ ഒരു കൂട്ടായ്മ കൊണ്ട് എന്ത് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ, ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പെരുന്നയിൽ നിന്ന് ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മളിപ്പോ NSSന്റെ ഈ സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മന്നത്തപ്പൂപ്പന്റെ കാലത്ത് തുടങ്ങിയിരിക്കുന്ന വിദ്യാഭ്യാസ, ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഏത് രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളെ ആനുപാതികമായിട്ട് വളർത്തി എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ പറയേണ്ടത്. ശോച്യാവസ്ഥയിലായിരിക്കുന്ന ആശുപത്രികൾ എനിക്കറിയാം. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആശുപത്രികളുണ്ട്, ശോച്യാവസ്ഥയിലായിരിക്കുന്ന ആശുപത്രികളുണ്ട്, പഠിക്കാൻ ആളില്ലാത്ത കോളേജുകളുണ്ട്, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആധുനികമായിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവരുന്നില്ല. അങ്ങനെ ഒരു കാലഹരണപ്പെട്ട എന്ന് പറയാവുന്ന രീതിയിലാണ് ഈ 2 മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടിൽ NSS പുതുതായിട്ട് എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്തത്? SNDP ചെയ്തതിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. വിവിധ ക്രിസ്തീയ സഭകൾ ചെയ്തതിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. ഇസ്ലാം സമുദായത്തിൽ നിന്ന്, സഹോദര സമുദായത്തിൽ നിന്ന് ആൾക്കാർ ചെയ്തതിനെ കുറിച്ച് പറയാൻ കഴിയും. NSSനെ കുറിച്ച് എന്താ പറയുക? നമ്മൾ ഈ ചന്ദ്രനിൽ ഉൾപ്പെടെ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു നായരുടെ കാപ്പിക്കട കാണുമെന്ന ട്രോളിനെ അനുസ്മരിപ്പിക്കുന്നത് പോലെ കഴിഞ്ഞ കുറെ കാലത്തിൽ NSSൽ നിന്നുണ്ടായിരിക്കുന്ന ഒരേ ഒരു സംരംഭം എന്ന് പറയുന്ന ഒരു കാപ്പിക്കടയാണ്. പത്മ കഫേ എന്ന് പറയുന്ന ഒരു കാപ്പിക്കട. ഒന്ന് ആലോചിച്ച് നോക്കുക. ഉന്നത വിദ്യാഭ്യാസം, ആതുര സേവനം എന്നിങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങൾ അരനൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ 3/4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന ഇന്നത്തെ കാലത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂർത്തീകരണ ലക്ഷ്യങ്ങളിൽ വിത്തൌട്ട് കാപ്പിയും മസാല ദോശയുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഘടന എന്ത് തരത്തിലുള്ള ട്രാൻസ്ഫർമേഷൻ ആണ് നടത്തിയെന്ന് എനിക്കറിയാം. സുരേഷ് ഗോപിയുടെ ഈ ശുദ്ധികലശം പരാമർശത്തെ കേരളത്തിലെ BJP നേതാക്കൾ പിന്തുണയ്ക്കേണ്ടതാണ്. ഈ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല അല്ലെ?
അല്ല, തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ പൊളിറ്റിക്കൽ എക്സിജൻസി ഉണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുമെന്ന രീതിയിലത്തേക്കുള്ള പ്രശ്നമുണ്ട്. സത്യത്തിൽ ഒരുപക്ഷെ ഇവിടെ BJP ബോൾഡായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാത്തത് അതുകൊണ്ടാണല്ലോ. ഇങ്ങനെ ചില ആൾക്കാർ, നിങ്ങളിവിടെ സക്സസ് ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ NSSനെ ഒക്കെ ഔട്ട്റൈറ്റ് ആയിട്ട് ഇങ്ങനെ തള്ളി പറഞ്ഞിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ തന്നെയാണ് സക്സസ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാരൊക്കെയാണ് പൊളിറ്റിക്സിൽ സക്സസ് ഉണ്ടാക്കിയിരിക്കുന്നത്. NSSന്റെ തിണ്ണ നിരങ്ങുന്നതിന് വേണ്ടിയിട്ടോ NSSനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ശ്രമിക്കുന്ന ആൾക്കാരൊന്നും തന്നെ അങ്ങനെ വലിയ സക്സസ് ഒന്നും നേടിയതായിട്ട് നമ്മൾ കാണുന്നില്ല. കോൺഗ്രസിൽ VD സതീശൻ സിഗ്നിഫിക്കന്റ് ആയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരേ ഒരു നയപരമായിട്ടുള്ള ഇടപെടൽ ഈ കഴിഞ്ഞ കുറെ കാലത്തിൽ നയപരം, ഞാൻ നേരത്തെ പറഞ്ഞത് പത്മ കഫേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നയപരമായ കാര്യത്തിൽ ഒരൊറ്റ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നല്ല കാര്യം മാത്രം, അത് ശബരിമല വിഷയത്തിൽ അവർ ഭക്തർക്കൊപ്പം നിന്നു എന്നാണ്. അതിനു വേണ്ടിയിട്ട് അവർ കോടതിയിൽ, സുപ്രീം കോടതിയിൽ പരാശരൻ വക്കീലിനെ കൊണ്ട് വാദിച്ചു. പക്ഷേ അതിന്റെ ഗുഡ്വിൽ മുഴുവൻ അവർ കൊണ്ടുപോയി പഠിക്കൽ കലമടച്ചു കളഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കമാന്ന് മിണ്ടിയില്ല. സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന തെറ്റൊക്കെ തിരുത്തിയെന്ന് എന്നോട് പ്രൈവറ്റ് ആയിട്ട് വന്ന് പറഞ്ഞു എന്ന് ശ്രീ G. സുകുമാരൻ നായർ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന് അവസാന കാലത്ത് ലെജിറ്റിമസി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, NSS എന്ന് പറയുന്ന സമുദായ സംഘടനയ്ക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞ് അത് ഈ സമുദായത്തിന്റെ മൊത്തത്തിലുള്ള അഭിപ്രായമാണ് എന്ന് പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ഏത് പ്രതിനിധി സഭയാണ് നിങ്ങൾക്ക് തരുന്നത്? ഏത് കരയോഗമാണ് നിങ്ങൾക്ക് തരുന്നത്? ഏത് നായരാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെ നേരത്തെ പറഞ്ഞു കുടുംബാധിപത്യത്തിനെ പറ്റിയും കുടുംബ വാഴ്ചയെ പറ്റി പറഞ്ഞു. നമ്മൾ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ മാത്രം, അല്ലെങ്കിൽ സിനിമക്കാരുടെ കാര്യത്തിൽ മാത്രമാണ് നെപ്പോട്ടിസം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, NSSന്റെ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അവരുടെ കുടുംബത്തിൽ എത്ര ആൾക്കാർക്ക് NSSൽ ജോലി കിട്ടിയിട്ടുണ്ട്? അതിന് തുല്യമായിട്ടുള്ള കണക്കിൽ ഏതെങ്കിലും ഒരു നായരുടെ വീട്ടിൽ NSSലെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുത്തിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കണക്കെടുത്ത് പുറത്തുവിടട്ടെ. അപ്പോൾ അറിയാം ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ഗുണമാണ് ലോങ് റണ്ണിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മൾ പണ്ടൊരിക്കൽ ചർച്ച ചെയ്തിരുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. NSSലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ സഹോദരൻ മരണപ്പെട്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട മരണ വാർത്ത പത്രത്തിൽ അടിച്ചു വന്ന സമയത്തേക്ക് 3 മക്കളും 3 മരുമക്കളും എല്ലാവരും NSSലാണ്. അപ്പൊ എല്ലാ ആൾക്കാർക്കും NSSൽ എങ്ങനെ കൊടുക്കുക? നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ NSSൽ എവിടെയെങ്കിലും ഒരു ആളിന് ഒരു ജോലി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരെണ്ണം തന്നതല്ലേ എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഈ ചില ആൾക്കാർക്ക് മാത്രം സ്ഥിരമായിട്ട് ഇങ്ങനെ കിട്ടുക? അപ്പൊ അതിന് നെപ്പോട്ടിസം എന്ന് തന്നെയാണ് പറയുക.